രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഒരു നിമിഷം മൗനമായി ഓൺലൈനിലുള്ളവരും ഇവിടെ തീർത്ഥാടനത്തിലായിരിക്കുന്നവർ കർത്തൃസന്നിധി എത്തപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധമായ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുക. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ആ സാന്നിധ്യം ഓരോ മക്കൾക്കും സംലഭ്യമാക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്തെക്കാൾ വലുതാണ് അങ്ങയുടെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും കർത്താവേ, നിന്റെ സാന്നിധ്യത്തെ സൗഖ്യമാക്കണമേ. നിന്റെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ഉദരരോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ. സദയം തുടേണേ കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പെടുതാർന്ന അത്ഭുതകരം നടുവേദനയുള്ളവരെ സ്പർശിക്കണമേ. കർത്താവേ, നടുവിന് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്നവരെ സ്പർശിക്കണേ. കർത്താവേ, കുരിഞ്ഞോ നിവരാനോ കിടക്കാനോ തിരിയാനോ മറിയാനോ പറ്റാതെ അസ്ഥികളുടെ വേദനകളും ദ്രവിപ്പുള്ളവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗികളും അസ്ഥിക്കുഴകൾ വിഷമമുള്ളവരും വേദനിക്കുന്നവരും നടുവേദനയുടെ രോഗികളും ഈ നിമിഷം യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ വിഷയം വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഉടമ്പടിയിൽ വെക്കാതെ തന്നെ ചില കാര്യങ്ങൾ, വെക്കാത്ത കാര്യങ്ങൾ അവർ പിന്നീട് ഉടമ്പടി ചെയ്യണത്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഇവിടെ വന്നായിരുന്നു. എനിക്ക് ആ സാക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്ത് പ്രശ്നം വെച്ചാൽ അവിടെ വിഷയം അവർ ജസ്റ്റ് കൃപാസനം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വിസിറ്റ് ചെയ്യാൻ, അതായത് പോകുന്ന വഴിക്ക് ഈ വഴിക്ക് ഇതിലെ പോകുമ്പോൾ അവർ ഇതിലൂടെ ഒന്ന് കയറിയതാണ്.
എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കേട്ട് കയറിയതാണ്. കേട്ട് കയറി അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ ശ്രുതികട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും ആരാധനയും സ്തുതിയും നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ആരാധന കൂടുന്നവർ അച്ഛന് കർത്താവ് തരുന്ന വചനങ്ങൾ അനുസരിച്ചാണ് ആരാധന മുന്നോട്ട് പോകുന്നത്. അതിനുള്ളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കും. നമ്മൾ ഇത് കംപ്ലീറ്റ് ഒരു ജനപ്രഘോഷണ ആ രീതിയിലുള്ള ധ്യാനമല്ല ഉടമ്പടി ധ്യാനം. ഉടമ്പടി ധ്യാനത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ടാവും, സ്തുതിപ്പുണ്ടാവും, ആരാധനയുണ്ടാവും, വചനമുണ്ടാവും, വ്യാഖ്യാനമുണ്ടാവും. അങ്ങനെ കർത്താവിൻ്റെ കൂടെയാണ് നമ്മളിത് സഞ്ചരിക്കുന്നത്. അപ്പം അതുപോലെ ഈ സമയത്ത് വലിയ അഭിഷേകങ്ങൾ ഉണ്ടാകാനുള്ള അതുകൊണ്ടാണ് ഉടമ്പടിയിലൊക്കെ ഭയങ്കരമായ സമയത്ത് ദർശനങ്ങൾ വരേണ്ടതിൻ്റെ കാര്യം ഇതാണ്. കാര്യം ഇതിൻ്റെ ഈ ഒരു പ്രസംഗമായിട്ടല്ല ഇത് പോകുന്നത്. ഇത് മറിച്ചൊരു ദൈവാരാധന, ദൈവജനാരാധനയായിട്ട് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയുണ്ടാകണം. ഇപ്പം ഞാൻ പറഞ്ഞ ജിൻസിറ്റോ അമ്മയുടെ കാര്യമാണ് പറഞ്ഞത്. ജിൻസിറ്റോ അമ്മ ഇതിലെ പോകുന്ന സമയത്ത് ഹസ്ബൻഡുമായിട്ട് ഇവിടെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്ന കണ്ട് അവിടെ കൂടെ വന്നതാണ്. അവർ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവരമ്മയോട് പറഞ്ഞു, അമ്മേ 5 വർഷമായിട്ട് എനിക്ക് മക്കളില്ല. അവർ ഉടമ്പടിയുടെ ചെയ്തിട്ടില്ല, അവർക്ക് അറിയത്തില്ല. പക്ഷേ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. കയറി 5 വർഷമായിട്ട് അവർ മക്കളില്ല. അവർ മടുത്ത് മരുന്നൊക്കെ ഒഴിവാക്കി അങ്ങനെ നിൽക്കണ ഒരു സമയമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ, ഇനി മക്കളില്ലാണ്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാതെ പകച്ച് നിൽക്കണം ജീവിതത്തിൽ. ഈ പകപ്പോടുകൂടിയാണ് അവർ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. പക്ഷേ പകപ്പോടുകൂടി നോക്കുമ്പോൾ അത് പകപ്പിനെ പ്രാർത്ഥനയാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട്. അതാണ് അവരുടെ വിശ്വാസം എന്ന് പറയണത്. പകപ്പുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആളാണ്. ചില ആൾക്കാർ കടത്തിന് മുമ്പിൽ പകച്ചു നിൽക്കും, ചിലർ രോഗത്തിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കും, ചിലർ ഉറ്റവരുടെ മരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആകസ്മിക വിയോഗത്തിൽ പകച്ചു നിൽക്കും. അപ്പം ജീവിതത്തിൽ നമുക്ക് പകച്ചു നിൽക്കും. നമ്മൾ പലപ്പോഴും, ഞാനും പല സമയത്ത് പകച്ചു നിന്നിട്ടുണ്ട്. അക്കാലങ്ങളിലെല്ലാം രാത്രികളിലെപ്പോലും ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ ജീവിച്ചാലും, ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചു ഇതാണ്, നമുക്ക് പണി കിട്ടുമെന്നാണ്. അതായത് എങ്ങനെ, ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. എങ്ങനെ നമ്മൾ തട്ടലും മുട്ടലും ഇല്ലാതെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാലും തമ്പുരാൻ നമുക്കൊരു പണി തരും. അത് ദൈവത്തിൻ്റെതായിട്ട് തരുന്ന, അതായത് ദൈവത്തിൻ്റെ കാര്യം. ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമോശം വളരെ ചിന്തിച്ചും ആലോചിച്ചും അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയും അതിൻ്റെ പ്രോയും കോന്ത്രായും അതിൻ്റെ സൈഡ് എഫക്ട്സും പാർശ്വഫലങ്ങളൊക്കെ ഞാൻ ഹരിച്ചും കുണിച്ചും ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ പതുക്കെ ചെയ്യണത്. അങ്ങനെ ചെയ്താലും പണി കിട്ടും ചില സമയത്ത്. ആ പണി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, ഇത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് വരാൻ വേണ്ടിയുള്ള ഓരോ വിളിയാണ്. ദൈവ വിളി പലതരത്തിലുണ്ട്. ദൈവം ഇങ്ങനെ ഓട്ടോറിക്ഷയിലും മൈക്കും കെട്ടി എല്ലാവരെയും ഒന്നും വിളിക്കത്തില്ല, ആരെയും വിളിക്കത്തില്ല. ദൈവം എങ്ങനെ വിളിക്കണത്? തൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രമീകരിക്കും. ചില പൊട്ടന്മാർ വരത്തില്ല, ചിലർ വരും, ചിലർ വന്നാൽ പോകത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ദിവസത്തിന് ആൾക്കാർ വ്യാപരിക്കണത്. ചിലർ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും വരത്തില്ല, വരാൻ തോന്നത്തില്ല. കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യാശയില്ല, അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇപ്പം ജെൻസി ടോമിയുടെ വിഷയം എന്താണ്? അവളുടെ വന്ന് മാതാവിൻ്റെ മുഖത്ത് നോക്കിയാൽ മാതാവിനോട് പറഞ്ഞ, അമ്മേ 5 കൊല്ലമായിട്ട് എനിക്ക് മക്കളില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല, അമ്മ എനിക്ക് കുഞ്ഞിനെ തരണം. ദാറ്റ്സ് ഓക്കെ. അവൾ ഉടമ്പ എടുത്തിട്ടില്ല, അമ്മയുടെ മുഖത്തേക്ക് അതേ പറഞ്ഞുള്ളൂ. പക്ഷേ വിത്തിൻ അടുത്ത പീരീഡ്സ് കഴിയുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആവും.
അത് ലൈറ്റ്നിങ് ആയിട്ടാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചില സമയത്ത് നമുക്ക് ഞെട്ടിപ്പോവും. ഈ മിന്നൽ വരണ പോലെ അനുഗ്രഹങ്ങൾ വരും, അറിയത്തില്ല. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ അവൾ ഉടമ്പടി ചെയ്തു. അടുത്ത ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ച്, അമ്മ കൊടുത്ത കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും അപ്പം പിന്നെ ഉടമ്പടി ചെയ്ത് വെച്ചും കാര്യം ആദ്യം കിട്ടിയ കുഞ്ഞിനെ പെൺകുഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്കൊരു ആൺകുഞ്ഞിനെ വേണം. അതുകൊണ്ട് തിരിച്ചു വന്നിട്ട് അവൾ ഉടമ്പടി ചെയ്യും, ഡിസിറ്റോമിറ്റ്, അങ്ങനെ ശരിയാണ്. അപ്പോൾ ഉടമ്പടി ചെയ്തിട്ട് അവൾ ആദ്യം എഴുതും, എനിക്ക് ആൺകുഞ്ഞിനെ വേണമെന്ന് എഴുതും. അതാണ് എൻ്റെ രീതികൾ പോണ രീതി നോക്കണം. അപ്പോൾ അവൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫെയ്ത്തിനേക്കാളും കുറച്ചുകൂടി ഫെയ്ത്തും വിശ്വാസവും പ്രത്യാശയും ജെൻസിയിൽ വളർന്ന്. എന്താണ്, ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ അമ്മ എനിക്ക് കുഞ്ഞിനെ തന്നു. അപ്പം ഞാൻ എന്താ ചെയ്യണത്? ഇനി ഞാൻ അമ്മയോട് ഞാൻ ആൺകുഞ്ഞിനെ തന്നെ പെർട്ടിക്കുലറായിട്ട് ചോദിക്കും. അതിന് ഇനി ഞാൻ പ്രസവിച്ച് കഴിയുമ്പോൾ പെൺകുഞ്ഞായി പോവുക ആൺകുഞ്ഞായി പോവുക അതിനെക്കുറിച്ച് ബോധമില്ല. കാര്യം ഇക്കാലങ്ങളിൽ എല്ലാവർക്കും പണ്ടത്തെ കാലമല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലമായത് കാരണം എല്ലാം ദൈവദാനമാണെന്ന് മനസ്സിലാക്കും. പണ്ട് പെൺകൊച്ചുങ്ങളാണെന്ന് വെച്ചാൽ ദൈവദാനമാണെന്ന് മനസ്സിലാകത്തില്ല. ഇന്ന് മനസ്സിലാക്കി. ഇതാണ് ഞാൻ മനുഷ്യത്വം വളരണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതാണ് മനുഷ്യത്വം കാലത്തിനൊപ്പം വളരുന്നു. എങ്കിലും ഒരു പെൺകുഞ്ഞുള്ള വീട്ടിൽ ആൺകുഞ്ഞ് ഉണ്ടാകുന്നത് ഒരു ബാലൻസ് കീപ്പിംഗ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് കീപ്പിംഗാണ്. അപ്പോൾ അവളത് ചോദിച്ചു, എനിക്കൊരു മകനെ വേണം. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടേതായിട്ട് അമ്മ കൊടുത്തിരിക്കുന്നത് ആൺമകനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 കുഞ്ഞുങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ അവൾ രണ്ടാമത് സാക്ഷ്യം പറയാൻ വേണ്ടി വരേണ്ടത്. ദാറ്റ് മീൻസ് ഉടമ്പടിയുടെ ഒരു റേഞ്ച് ഇതാ. അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഇത് വിശദീകരിച്ച് എല്ലാ ദിവസവും തന്നെ 10ഉം 15ഉം ഒക്കെ സാക്ഷ്യങ്ങൾ വരും. അതിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്കിതുപോലെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാക്ഷ്യങ്ങളായിരിക്കും. വ്യാഖ്യാനിക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ വചനമാണ്, അതായത് ഗലാത്യർ 3:22. ഒന്നിന് വായിച്ചുള്ളത്, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. അപ്പൊ ഇതിൻ്റെ വരുന്നൊരു വിഷയം വാഗ്ദാനം പ്രാപിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കൊളോസ്യസിൻ്റെ ഗലാത്യൻ്റെ 3:22 വിശ്വാസം വഴിയാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ജെൻസി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെൻസിയുടെ കേസ് ഹിസ്റ്ററി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ നമ്മൾ ആദ്യം കണ്ടില്ലേ കൊളോസ്യൻസിൻ്റെ 3:11 എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി കിട്ടാത്ത കുട്ടി എവിടെ ഉണ്ട്? യേശുക്രിസ്തുവിൻ്റെ ദാനത്തിലുണ്ട്. കർത്താവിൻ്റെ നമ്മളെപ്പോഴും പറയും, എനിക്ക് കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കുഞ്ഞിനെ തന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജോലി കിട്ടി, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ക്ഷീണം മാറി എന്നല്ല നിങ്ങൾ പറയേണ്ടത്. നിങ്ങളെന്താ പറയേണ്ടത്? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ്. ക്രിസ്തുവിനെ എന്തിൻ്റെ രീതിയിൽ? ചിലപ്പോൾ ജോലിയുടെ രീതിയിൽ കിട്ടും, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ രീതിയിൽ കിട്ടും, ചിലപ്പോൾ സൗഖ്യത്തിൻ്റെ രീതിയിൽ കിട്ടും. പക്ഷേ എന്താ കാര്യം? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളുമുണ്ട്. എല്ലാ ആവശ്യങ്ങളും. ക്രിസ്തുവിൻ്റെ വേറൊരു പേരെന്താണ്? ദൈവരാജ്യം. ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആരതുപോലെ നിറവേറ്റിയാൽ അവൻ ദൈവരാജ്യത്തിലാവും. ഈ ഉടമ്പടിയുടെ ഒരു ഗുണമെന്ന് പറയണത്, ഇതിനേക്കാളും നല്ലൊരു പ്രാർത്ഥന ഇനി ദൈവത്തിനെ വെളിപ്പെടുത്താൻ പറ്റുമെന്നറിയത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ അനന്തമായ കഴിവിനെ പരിമിതപ്പെടുത്തി പറയുകയല്ല. കാര്യം ഇതിൻ്റെ സാരസംഗ്രഹം എന്ന് പറയണത്, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും എന്ന് പറഞ്ഞേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും
അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതെന്താ? അത് ആദ്യം, അതായത് ഇപ്പൊ നമ്മുടെ മത്തായി ശ്ലീഹയുടെ സുവിശേഷം ഉടമ്പടിയുടെ ഒരു ഭയങ്കര ആക്സസ് വേർഡാണത്. അക്ഷമായിട്ടുള്ളൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ 6:33, 32 പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഇതിൻ്റെ. അതായത് ആദ്യം മനുഷ്യൻ ക്രിസ്തുവിന് റെഫറൻസ് കൊടുക്കണം. എന്താണ്? ദൈവരാജ്യത്തിന്. ആദ്യം നിങ്ങൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇപ്പം നമ്മുടെ ഇഷ്ടം നമ്മൾ കൺവേ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വാക്കിലൂടെയാണ്, അല്ലേ? ഇപ്പം ചിലർ പറയും മനസ്സമ്മതത്തിന് ഒക്കെ വരുമ്പോൾ, ഇപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പെൺകുട്ടികൾ പണ്ടത്തെ കാലത്താണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്തെ രീതിയല്ല ഞാൻ പറഞ്ഞത്, ഒരു 10-20 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ചെക്കൻ കാണുക പെണ്ണ് കാണുക പോകുന്ന ചടങ്ങില്ലേ, അപ്പോഴൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെറുക്കന് ഇഷ്ടപ്പെട്ടാ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മിണ്ടത്തില്ല പെൺകുട്ടികൾ. എന്താ മിണ്ടാത്തതിൻ്റെ കാര്യം? അപ്പോൾ അവർ മുതിർന്ന കാർന്നവന്മാരെന്താ ചോദിക്കുന്നത്? നീ വാ തുറന്ന് സംസാരിക്ക്, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ, അതാ നിനക്ക് വേറെ വല്ലവരും ഉണ്ടോ എന്നൊക്കെ ചോദിക്കത്തില്ലേ? ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാത്ത കൊണ്ടാണ്. മനസ്സിലിരിപ്പ് അറിയണത് എങ്ങനെയാണ്? സംസാരത്തിലൂടെയാണ്. അപ്പം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പെന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മളറിയണത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സംസാരത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ സംസാരം നമുക്ക് എവിടെ നിന്ന് കിട്ടും? കർത്താവിൻ്റെ വചനത്തിൽ നിന്നാണ്. അപ്പം ഈ വചനമെന്ന് പറയുന്നത് എക്സാക്റ്റായിട്ട് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഇത് ആരാണ് നടത്തണത്? അയാൾ ദൈവരാജ്യത്തിലാവും, എന്ന് വെച്ചാൽ ക്രിസ്തുവിലാകും. അപ്പോൾ വചനം എപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം നടപ്പിൽ വരുത്താനുള്ള വിവേചന ശക്തിയും അതിന്റെ കൊതിയും എന്റെ കഴിവും എനിക്ക് നൽകണമേ. അതിനാൽ അതുവഴി ഞാൻ ഈശോയെ അനുഭവിക്കാൻ ഇടയാക്കണമേ. ശ്രുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ആരാധന. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങേ അറിയാൻ, അങ്ങയുടെ വഴികൾ അറിയാൻ കർത്താവേ, ഉടമ്പടിയിലൂടെ കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ കൂടുതൽ ജീവിതത്തിൽ അനുഭവമാക്കാൻ കൃപ ചൊരിയണമേ. യേശുവേ ആരാധന. സ്നേഹവും ആരാധനയും സ്തുതിയും കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വന്നാലും വസിച്ചാലും ഞങ്ങൾ ഹൃദയങ്ങളിലെന്നും വന്നാലും വസിച്ചാലും ഞങ്ങൾ ഹൃദയങ്ങളിലെന്നും. എൻ്റെ പേര് സരോജിനി തോമസ്. തിരുവനന്തപുരം രൂപതയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 2022 ജനുവരി 15 ഉടമ്പടി എടുത്തായിരുന്നു. അതിനു മുമ്പ് 2019 എൻ്റെ മോൻ UK-യിൽ 3 വർഷത്തെ കോഴ്സിനായിട്ട് പഠിക്കാൻ സ്റ്റഡി വിസയിൽ പോയിരുന്നു. അതിനു മുമ്പ് പോകാനിരുന്നപ്പോൾ അവന് ഒരു ആക്സിഡൻ്റായി. അങ്ങനെ കിംസിൽ കൊണ്ടുപോയി കുറേ ഓപ്പറേഷനും കാര്യമൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ കടബാധ്യത ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് അവന് UK-യിൽ പഠിക്കാൻ വേണ്ടി പോയത്. പിന്നെ അതിന് ശേഷം കോവിഡൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര അവിടെ ജോലി ബുദ്ധിമുട്ടെന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് പൈസ അയച്ചു കൊടുത്ത് അങ്ങനെ കട ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട് വിൽക്കാമെന്ന് വിചാരിച്ച് 3 വർഷം കൊണ്ട് വീട് വിൽപ്പനയ്ക്കായിട്ടിട്ടും നടന്നില്ല.
അപ്പോൾ ഇങ്ങനെ കൃപാസനത്തിലെ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ അറിയുകയുണ്ടായി. അങ്ങനെ 2022 ജനുവരി 15 ഇവിടെ വന്ന് നിയോഗത്തിൽ വീട് വിൽക്കണമെന്ന് വച്ച് ഞാനിവിടെ പുറത്ത് പോയി ബസ് കയറാൻ നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ച് പറയുന്ന വീട് മേടിക്കാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 3 മാസത്തിനുള്ളിൽ വീട് ഇടപാട് നടന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 2 പെൺകുട്ടികളാണ് എന്നിട്ട് താഴെ ഉള്ളത്. അവർ BSc അനസ്തേഷ്യ OTT കോഴ്സിന് ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരേ വർഷം ഒരേ കോഴ്സായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 2-3 ബാങ്കുകളിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പെയാണ് 2-3 ബാങ്കുകളിൽ പോയി എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ചോദിച്ചപ്പോൾ തരാൻ പറ്റത്തില്ലെന്നും മാനേജർ പറയുകയുണ്ടായി. പിന്നെ ഇവിടെ നിന്ന് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ആ കാശ് രൂപം കൊണ്ട് വേറൊരു ബാങ്കിൽ പോയി മാനേജറടുത്ത് സംസാരിക്കുകയുണ്ടായി. മാനേജർ ഉടനെ അപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. കാശ് രൂപം കയ്യിൽ വെച്ചിട്ട്, അമ്മ മാതാവേ നീ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മാനേജരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 2 മക്കൾക്കും ഫീസ് ലോൺ തരാമെന്ന് മാനേജർ പറഞ്ഞു. അതിൽ അമ്മ മാതാവും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരികയുണ്ടായി. മൂന്നാമത്, എനിക്ക് 10 വർഷമായി ഈ ഐസ്ക്രീം പോലത്തെ തണുത്ത ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര പാട്. പിന്നെ കുറേ ദൂരം നടക്കുമ്പോഴത്തേക്ക് ശ്വാസം മുകളിലോട്ട് വരത്തില്ല. അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞിട്ട് തൈറോയിഡ് മുതൽ യൂട്രസ് വരെ ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുകയും അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് പിന്നെയും തുടങ്ങും. അങ്ങനെ താൽക്കാലിക ആശ്വാസത്തിനായി അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിൽ പോയി ശ്വാസം പിടിക്കുകയും ഇഞ്ചക്ഷൻ വയ്ക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്ന സമയം ഞാൻ നിയോഗം വച്ചില്ല, പക്ഷേ അമ്മയുടെ മാധ്യസ്ഥതയിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ല. തണുത്ത ഫുഡ് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ 2 മാസത്തിന് മുമ്പ് എൻ്റെ കാല് 2 മുട്ടിൻ്റെ താഴെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു. എന്തെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി ചൊറിയുന്നത് പോലത്തെ ആ ഒരു ഫീലായിരുന്നു. ഞാൻ പിന്നെ വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിലും ഉടമ്പടി പ്രാർത്ഥനയിലും ഇത് മാറ്റിത്തരണേ എന്ന് അമ്മ മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും അതിനുശേഷം തൈലം ഇട്ടതിന് ശേഷം മൊത്തം എനിക്ക് ആ ചൊറിച്ചിലും പോയി എല്ലാം പോയി. ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ 2 മാസത്തിന് മുമ്പ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന 2ാമത്തെ ഇളയ മോക്ക് പനി പിടിച്ചതായിരുന്നു. പനി പിടിച്ച് അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം തന്നെ 4000 രൂപയായി. അവർ പല ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ടൈഫോയിഡ് ആണെന്ന് കണ്ടെത്തി. അപ്പോൾ പിന്നെ ദിവസവും ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ അടയ്ക്കണമെങ്കിൽ ദിവസവും 1000 രൂപയാവും. അപ്പോൾ പിന്നെ കോളേജിൽ നിന്ന് നാട്ടിലോട്ട് വിട്ട് ഇവിടെ വന്ന് അപ്പം അവിടെ നിന്ന് ഇരുന്നിട്ട് മകളും ഇങ്ങനെ പറയും, അമ്മ ഇങ്ങനെയാണ്, പനി മാറുന്നില്ല, ടൈഫോയിഡാണ്. ഞാൻ അപ്പോഴും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം നാട്ടിൽ വന്ന് മോക്ക് ഞാൻ ഇവിടുത്തെ ഉപ്പ് കൊടുത്തിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ടാബ്ലറ്റ് എഴുതിത്തരാമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ബ്ലഡിൻ്റെ കൗണ്ട് കുറവ്, അതിൻ്റെ അയൺ ഗുളിക മാത്രം എനിക്ക് തന്നു. ഇപ്പം മോള് ഒരാഴ്ച തിരിച്ചു പോയിട്ട് നല്ല ആരോഗ്യവതിയായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ 3 വർഷമായി വീട് വിൽക്കണമെന്ന് വിചാരിച്ച കാര്യം. അപ്പോൾ വീടും നഷ്ടപ്പെട്ട് എല്ലാം ആയി. പിന്നെ എന്ത് ചെയ്യും? 2 പെൺകുട്ടികൾ, അവരുടെ ഭാവി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഓരോ ദിവസവും ടെൻഷനായി വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കടവും കാര്യമൊക്കെ ഇത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് സഹോദരങ്ങൾ കൈവിട്ട്, അമ്മയും കൈവിട്ട്, എല്ലാം കൈവിട്ട്. അപ്പം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഡിസംബറിൽ ആലോചിച്ച് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചിട്ട് ഡിസംബറിൽ തന്നെ ഇവിടെ നിയോഗം വെച്ചായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ ഒരു വിസ എവിടെ നിന്നെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് പറഞ്ഞിട്ട് നിയോഗം വെച്ചു. അപ്പോൾ കഴിഞ്ഞ മാസം UK പോകാൻ വേണ്ടി വിസ അപ്ലൈ ചെയ്ത് ഈ മാസം 10-ാം തീയതി എറണാകുളം എംബസിയിൽ പോയി വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് 27-ാം തീയതി വിസ വന്നു. അതും അമ്മ മാതാവ് ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൂടെ ഉണ്ട് പോകാനായിട്ട്. അതും അമ്മ മാതാവ് ഞങ്ങൾക്ക് അത് നൽകുമെന്ന് നല്ല വിശ്വാസവും എല്ലാം ഉറപ്പുണ്ട്.
അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. വിൻ ഷാജു, ഞാൻ ഇടുക്കി തൊടുപുഴയിൽ നിന്ന് വരുന്നു. 2018 ഞാൻ വിദേശത്തേക്കൊരു സ്റ്റുഡൻസ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. എൻ്റെ സുഹൃത്താണത് ചെയ്തു തന്നത്. അവൻ്റെ പൈസ എല്ലാം കൊടുത്ത് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. പക്ഷേ അവൻ എംബസിയിൽ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്ത് എൻ്റെ വിസ എംബസി റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഏജൻസി പോയി ഇത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴും ഈ സെയിം സിറ്റുവേഷനാണ് വന്നത്. ഞാൻ ആദ്യം ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു എന്ന് പറഞ്ഞ് അവരെൻ്റെ വിസ പിന്നെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി പുറത്തേക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇനി വിസയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാൻ ഇനി പറ്റില്ല എന്ന് വിശ്വസിച്ച് ഞാൻ വേറൊരു കോഴ്സിന് ചേർന്നു. അപ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കൃപാസനത്തിനെക്കുറിച്ച് കേൾക്കുന്നതും ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നതും. 2022 നവംബർ 10 തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഇന്നും രാവിലെയും വൈകിട്ടും അമ്മയോട് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് UK പോകാനുള്ള വിസ കിട്ടി. അമ്മയ്ക്ക് 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സീമ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അനിൽകുമാർ. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ പുതുയിപ്പ് എന്ന സ്ഥലത്ത് നിന്നും വരുന്നു. 6/10/2021 ഞാൻ ഉടമ്പടി എടുത്തത്. ജോലിസ്ഥലത്ത് വെച്ച് 5/5/2022 BP കൂടി സ്ട്രോക്ക് വരികയും ഒരു വശം തളർന്നു പോവുകയും ചെയ്തിരുന്നു. 12 ദിവസം ICUയിലായിരുന്നു. ഈ ICUയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു.